ഹായ് ഓൾ വെൽക്കം ബാക്ക്. നല്ല ചൂട് ചായയുടെ ഒപ്പം വെറൈറ്റി എന്തെങ്കിലും കടികൾ കഴിക്കാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മസാലകളൊന്നും വഴറ്റി സമയം കളയാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിനി റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം അളവിൽ ചിക്കൻ ഫ്രൈ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വെച്ചിട്ട് ഏത് രീതിയിലും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 കപ്പ് അളവിൽ സവാള, അതായത് ഒരു സവാളയുടെ പകുതി സവാളയൊക്കെ ഉണ്ടാവും, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ടിടുക. പിന്നെ 1/4 കപ്പ് കുക്കുംബർ, അതായത് കക്കിരിയില്ല, അതിൻ്റെ ആ ഒരു കുരുവും വെള്ളമൊക്കെ വരുന്ന പോർഷൻ അത് ഒഴിവാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്തായിട്ട് തക്കാളിയും കൂടി എല്ലാം ഒരേ രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരേ അളവിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചിക്കനിൽ നമ്മുടെ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ചിക്കന് പകരം ബീഫും എടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം മിഡിലായിട്ട് ചെറിയൊരു സ്പേസ് വെച്ചിട്ട് അതിലേക്കൊരു കുഞ്ഞു ബൗൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഒരു ചെറിയ പീസ് ചാർക്കോൾ കനലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ, 1-2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊരു പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോളിൽ അടുപ്പാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് ഇതുപോലെ തുറന്നും ആ ഒരു ബൗളില്ല അതും പതുക്കെ എടുത്തിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് മയോണൈസ് ചേർക്കണം. ഇത് ക്രീമി ആയിട്ട് കിട്ടുന്നവരെ എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ 1-2 സ്പൂൺ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തത് നമ്മുടെ റോൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൈദ കൊണ്ട് ഗം ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു തിക്നെസ്സിൽ മിക്സാക്കി എടുക്കുക. ഇത്രയും പരിപാടികളും കേട്ടോ. എല്ലാവർക്കും അറിയുന്നില്ല നമുക്ക് ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ബോർഡിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു സൈഡിലായിട്ട് കുറച്ച് ഫില്ലിങ്, ഞാനിപ്പോൾ മിനി റോൾ, അതായത് കുഞ്ഞു കുഞ്ഞു റോളാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, സ്നാക്സൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് മസാല വെച്ചിട്ട് ചെറിയ റോളാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്പ്രിംഗ് റോൾ പോലെ നീളത്തിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാല വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2 സൈഡ് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അറ്റത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ ഗമ്മില്ലേ, അത് ഇതുപോലെ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല സിമ്പിളാണ്, മസാലകളൊന്നും വഴറ്റവും വേണ്ട. എന്നാൽ ഇതുപോലത്തെ ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ, ക്യൂട്ടായിട്ട് കുഞ്ഞ് കുഞ്ഞാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഞാൻ ഇതാ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങനെ കുക്കാവാനൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലെ 3-4 ഇട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ മിനി റോള് മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ഫില്ലിങ്ങിന് വന്നിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു റോള് ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിങ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്